ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി 3 തരം ഡെസേർട്ടാണ് കേട്ടോ. ഇന്ന് ഷെയർ ചെയ്യുന്നത് 3 തരം പുഡിങ്ങാണ്. വെറൈറ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പുഡിങ്ങാണ് 3 പുഡിങ്ങും. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ട അതെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ഒരു മിൽക്ക് കേക്കാണ്, തുർക്കിഷ് മിൽക്ക് കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മിൽക്ക് കേക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് കേക്ക് വേണം. കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള കേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ടീ കേക്കോ വനില കേക്കോ അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ അളവിലാണ് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി വേണ്ടത് കേക്കിലേക്ക് പാൽ വേണം. 1/2 കപ്പ് പാലും 50 ഗ്രാം ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കാൻ വെക്കണം, ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ 1 നുള്ളു ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് വെച്ചിട്ടും അതുപോലെ റെഡിമെയ്ഡ് കേക്ക് വെച്ചിട്ടൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ നമ്മളിതുപോലെ കേക്ക് ഉണ്ടാക്കി ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഫൈൻ പൗഡറാക്കി എടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്ക് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു ബൗളിലോട്ട് ചെറിയ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം മതി. പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ, നമ്മൾ ബൗൾ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാൻ നോക്കുക. എന്നിട്ട് ആദ്യം ഇത് ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 1-2 മിനിറ്റൊക്കെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ബൗൾ നല്ല ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ടെന്ന്, വെള്ളത്തോടെ എടുക്കരുതെന്ന്. അതുപോലെ ഈ ഒരു എഗ് ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതും വെള്ളത്തോടെ എടുക്കരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്ര ഫ്ലഫി ആയിട്ട് കിട്ടില്ല. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കുഴിയുള്ള പാത്രമാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. മുട്ട നല്ല ഫ്ലഫി ആയിട്ട് നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് കേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര, നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ഒരു 3 സ്പൂണോ 4 സ്പൂണോ ചേർത്തിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മൊത്തത്തിലൊരു 10 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ നേരത്തെ കാണിച്ച ട്രേ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കാം മിൽക്ക് കേക്ക്. ഞാനിപ്പോൾ അത് കേക്ക് നേരെ പകുതിയാക്കിയിട്ട് 2 ട്രേ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയ ട്രേ ആണെങ്കിൽ 1 ട്രേ വെച്ചിട്ട് തന്നെ ചെയ്യാം, ചെറുതാണെങ്കിൽ 2 ട്രേ വെച്ചിട്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1 ട്രേ മാത്രം മതി, ചെറിയൊരു ട്രേ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ നേരെ പകുതിയാക്കിയാൽ മതി. പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിനി മുട്ട മൊത്തത്തിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട മൊത്തത്തിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പഞ്ചസാരയും കൂടെ ചേർത്തിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മൈദ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. മൈദ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ബട്ടറും കൂടെ ചേർത്ത് ചൂടാക്കി വെച്ച പാലുണ്ടല്ലോ, ഈ ഒരു പാലും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് രണ്ടും കൂടെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് എഗ് ബീറ്ററിൽ ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു ഇച്ചിരി വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിൽ മൈദയും പാലും കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ, ഞാൻ OTG ഓവനിലാണ് ചെയ്യുന്നത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ OTG ഓവന് ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതുപോലെ ഗ്യാസ് അടുപ്പിലും ചെയ്യാം കേട്ടോ. ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേ ഉണ്ടല്ലോ, ബേക്കിംഗ് ടിന്ന്, അത് പിടിക്കുന്ന വലിയൊരു പാത്രം തന്നെ വെക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു സമയത്തൊക്കെ ചൂടാക്കാനായിട്ട് ഇട്ട് വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ബട്ടറൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വലിയ ട്രേ വേണ്ട, ഞാനിപ്പോൾ ഇത് കേക്ക് ലെയർ ചെയ്യുന്നില്ല, മൊത്തത്തിൽ കേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ടിന്നൊക്കെ എടുക്കുമ്പോൾ നല്ലോണം ഹൈറ്റിൽ വരും കേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ ലെയർ ചെയ്യണമല്ലോ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ലെയർ ചെയ്തിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാനാണ് ഇതുപോലെ ട്രേ എടുത്തത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് 160 അല്ലെങ്കിൽ 170 ബേക്ക് ചെയ്തെടുക്കാം. മൊത്തത്തിലൊരു 40-45 മിനിറ്റൊക്കെ സമയം എടുക്കുന്നുണ്ട് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്ക്. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് പാലാണ്. അപ്പോൾ മിൽക്ക് കേക്കല്ലേ, അപ്പോൾ പാല് മെയിനായിട്ട് വേണം. ഇതിലോട്ട് 2.5 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തിളപ്പിച്ച പാലാണ്, സാധാ പശുവിൻ പാല്. ഇനി ഇത് വീണ്ടും തിളപ്പിക്കുന്നില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തിളപ്പിച്ച പാലെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. അപ്പോൾ പാലും മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര ഇനി ചേർക്കുന്നില്ല, മിൽക്ക് മെയ്ഡ് തന്നെ മതിയാകും. വേണമെങ്കിൽ മാത്രം 1-2 സ്പൂണൊക്കെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ഇനി ചേർക്കുന്നില്ല. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണൊക്കെ മതിയാകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് തന്നെ എടുക്കുക, അപ്പോൾ പാകത്തിനായിക്കോളും. എനിക്ക് കുറച്ച് കുറവായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് എടുത്താൽ നമ്മളെടുത്ത ആ ഒരു കേക്ക് വെച്ചിട്ട് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പകുതി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പഞ്ചസാര അലിയിച്ചെടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കൂട്ടി വെക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട, വെള്ളം ചേർക്കാതെ ഇതുപോലെ ഇങ്ങനെ അലിഞ്ഞ് വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ആദ്യം കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. കുറച്ച് നേരം ചൂടാക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടും. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറക്കാം കേട്ടോ. ഇനി പെട്ടെന്ന് ഇത് കളറ് പെട്ടെന്ന് മാറി കളറൊക്കെ ഡാർക്ക് കളറാവും, അപ്പോൾ കഴിക്കാൻ കൊള്ളൂല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ബട്ടർ ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 സ്പൂണൊക്കെ മതിയാകും. 25 ഗ്രാമൊക്കെ ബട്ടർ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറക്കാട്ടെ ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ആദ്യം 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നീട് ചൂടാറിയതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൺസിസ്റ്റൻസി നോക്കിയിട്ട് അനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരിച്ചിരി. ഇപ്പം ഞാൻ 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയണം. ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും. ചൂടാറി കഴിയുമ്പോൾ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് ചേർക്കാതെ. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഏകദേശം 2 കപ്പോളം വിപ്പിംഗ് ക്രീം വേണ്ടി വരുന്നുണ്ട് ഈ ഒരളവിൽ. അപ്പോൾ ഇതിലോട്ട് ഇനി പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ക്രീമിൽ തന്നെ മധുരമുണ്ട്, ചെറിയ മധുരമുണ്ട്. അപ്പോൾ ഈ ഒരു മധുരം തന്നെ മതി. എന്നിട്ട് ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ, കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അത്രയും തിക്കാവണം എന്നില്ല. എന്നാലും ചെറുതായിട്ട് തിക്കായി കിട്ടുകയും വേണം കേട്ടോ. നമ്മളിങ്ങനെ കേക്കിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒലിച്ചു പോകരുതല്ലോ. അപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്കൊന്ന് നിരത്തി കൊടുക്കാൻ പറ്റണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സോടെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഇനി വേണ്ടത് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. കേക്ക് ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, അപ്പോൾ ഇതിൽ നമ്മൾ ബാക്കിൽ ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് ഇതിന് ലെയർ ചെയ്തെടുക്കാനൊന്നുമില്ല, നല്ല തിന്നായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ട്രേ വെച്ചിട്ട് 12 ഇഞ്ചിൻ്റെ ട്രേ വെച്ചിട്ടാണ് ഞാൻ 1 കിലോ കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള തിക്നെസ്സോടെ നമുക്ക് ഈ ഒരു മിൽക്ക് കേക്ക് ചെയ്യാനായിട്ട് ഇത്രയും ഈ ഒരു തിക്ക് കറക്റ്റാണ്. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേയിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ വേറൊരു ട്രേയിലും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കേക്ക് കട്ട് ചെയ്തെടുത്താൽ മതി പാകത്തിന്. അപ്പോൾ കറക്റ്റ് നേരെ പകുതി ആക്കിയെടുക്കുമ്പോൾ തന്നെ എനിക്ക് 2 ട്രേയിലോട്ടും പാകത്തിനാകുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ട്രേ മനസ്സിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് വീണ്ടും കട്ട് ചെയ്യാനോ ലെയർ ചെയ്തെടുക്കാനൊന്നുമില്ല, മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ട്രേയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഓരോ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കേക്കിലോട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അകത്തോട്ടൊക്കെ പാല് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും.
അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക്. നല്ല വനില ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കേക്ക് വെച്ചിട്ട്. നമുക്ക് നോർമൽ കേക്കൊക്കെ ഞാൻ ചെയ്യാറുള്ള ഐസിങ്ങൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു കേക്ക് തന്നെയാണ് പണ്ടേ ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ പാലും അതുപോലെ മിൽക്ക് മെയ്ഡും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച സംഭവം ഉണ്ടല്ലോ, നേരെ പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. 2 ട്രെയിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നേരെ പകുതി ഈ ഒരു ട്രെയിലോട്ട് മൊത്തത്തിലിങ്ങനെ പകുതിയോളം പാല് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പകുതി പാലോളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മളെടുത്ത് വെച്ച ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം പകുതിയോളം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ട്രേ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എല്ലാം പകുതിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഇടത്തും കവറാകുന്ന രീതിയിൽ ഒരേ രീതിയിൽ ലെവലാകുന്ന രീതിയിൽ ക്രീം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ചെറിയൊരു തിക്കായിട്ട് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുക. ആദ്യം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ലെവലാക്കി എടുത്തിട്ട് നമ്മളിനി ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇനി ഇതിലോട്ട് ഒരു ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലാണെങ്കിൽ അരമണിക്കൂർ വെച്ചാലും മതി. ഫ്രീസറിൽ കുറേ നേരം വെക്കരുത്, അരമണിക്കൂർ വെക്കാം. താഴെ വെക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം 1 മണിക്കൂറോളം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു കാരമൽ സോസ് ഇപ്പോൾ ഇത് നല്ല പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കാരമൽ സോസ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 1 കപ്പ് പഞ്ചസാര വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല പാകത്തിന് വേണമെങ്കിൽ 2 ട്രെയിലോട്ടും പാകത്തിനായിക്കോളും. ഞാൻ 3/4 കപ്പ് വെച്ചിട്ടാണ് പഞ്ചസാര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ സാവധാനമാക്കി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്നും കൂടെ ഈസി ആവും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രീം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഭംഗിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ ഒരു 15-20 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു തുർക്കിഷ് മിൽക്ക് കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റാണ് സംഭവം. പിന്നെ ഇത് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാ സെർവ് ചെയ്യുന്ന പോലെ ചൈന ഗ്രാസ് ഒന്നും ചേർക്കാതെയുള്ള പുഡിംഗ് അല്ലേ. അപ്പോൾ ഓരോ സ്കൂപ്പായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രക്കും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മിൽക്ക് പുഡിങ്, തുർക്കിഷ് മിൽക്ക് പുഡിങ്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് സേമിയ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്, സേമിയ നവാബി. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് സേമിയ തന്നെയാണ്. 200 ഗ്രാം സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള തിന്നായിട്ടുള്ള സേമിയ എടുക്കുക. അപ്പോൾ ഇത് നല്ല ലോങ് ആയിട്ടുള്ള സേമിയ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. 200 ഗ്രാം സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ള. കപ്പിലെടുക്കുമ്പോൾ 1.25 കപ്പാണ്. അത്യാവശ്യം ലാർജ് ട്രേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു 2 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് ഇത് റോസ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കിസ്മിസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച സേമിയ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. കളറൊന്നും അധികം മാറാത്ത രീതിയിൽ, കരിഞ്ഞു പോവാത്ത രീതിയിൽ ഇത് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഇത് കുക്കായി കിട്ടണം. ഇനി നമ്മളിത് വേറെ വേവിച്ചെടുക്കാനൊന്നുമില്ല. ഇതുപോലെ വറുത്തെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സേമിയ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റൊക്കെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് നമ്മളിന് പാല് അതുപോലെ വെള്ളമൊന്നും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാനില്ല. ഇനി വേറെ 1-2 കാര്യങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്.
അപ്പോൾ ഇത്രയും മതി. കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട്, അരക്കപ്പിനേക്കാളും 1 ടേബിൾ സ്പൂണ് കുറച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. അരക്കപ്പ് നിറച്ചില്ല. അതുപോലെ 1/4 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരുപാട് നേരം വെക്കേണ്ടതില്ല. 1 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മൊത്തത്തിൽ. അപ്പോൾ ഇത്രയും മതി. 1 മിനിറ്റൊക്കെ വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്നും പകുതി, നമ്മൾ ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലോട്ട് പകുതി ആക്കി കൊടുക്കുക. മൊത്തത്തിലല്ല, പകുതി നമ്മൾ വീണ്ടും രണ്ടാമത്തെ ലെയറിലോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നേരെ പകുതി ഈ ഒരു ട്രേയിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഈ ഒരു ട്രേയിൽ അമർത്തി കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ലെവലായിട്ടുള്ളൊരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുന്ന രീതിയിൽ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ലെയർ. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്തുതന്നെ വെച്ചാൽ മതി. അപ്പോൾ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഇതാ പാൽ ഇവിടെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും അതുപോലെ 6 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. അപ്പോൾ നമ്മുടെ പാലിൻ്റെ അളവ് മൊത്തത്തിൽ 3 കപ്പ് പാലാണ്. തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് 2.5 കപ്പ്. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ട് നന്നായിട്ട് ഈ പാലും കസ്റ്റാർഡ് പൗഡറും അതുപോലെ മിൽക്ക് പൗഡറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെ എടുത്താൽ മതി. നോർമലി നമ്മൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി തന്നെ എടുത്താൽ മതി കേട്ടോ ഇതിലോട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള പാൽ ഇടയ്ക്ക് നോക്കണം. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിന്. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചാൽ പിന്നെ നമുക്ക് ഒട്ടും കഴിക്കാൻ കൊള്ളൂല. ഇതിപ്പോൾ തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരളവിൽ ഏകദേശം 1/4 ടിന്ന്, ഈ ഒരു ടിന്നിലുള്ള 400 ഗ്രാമിൻ്റെ ടിന്നാണ്, 1/4 ടിന്ന് വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി ടിന്ന് മതി എന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ 1/4 ടിന്ന് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ച കസ്റ്റാർഡിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് തന്നെ അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് വീണ്ടും തിളപ്പിച്ചെടുക്കണം. കസ്റ്റാർഡൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതുപോലെ തുടരെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്ന രീതിയിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ചാൽ മാത്രം പോരാ. ഇതിപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് വീണ്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇത്. അപ്പോൾ തിളച്ചതിന് ശേഷം വീണ്ടും 1 മിനിറ്റൊക്കെ ഏകദേശം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. തിളച്ച പാടെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട. കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ നല്ലൊരു തിക്നെസ്സോടെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ സെറ്റായിട്ട് കിട്ടൂല. ഇത് നമ്മൾ ഇതിലോട്ട് ഇനി ചൈന ഗ്രാസ്, ജെലറ്റിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ സെറ്റായി കിട്ടണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല. ചെറുതായിട്ട് ചൂടാറിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ
മാറ്റി വെച്ചിട്ടുള്ള ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു സേമിയ സെറ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഇതിനൊരു ലെയറും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരിച്ചിരി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലെയർ. ഇത് തന്നെയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു സേമിയ കൂട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ക്രീമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. മെല്ലെ സാവധാനം ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഒരു തിന്നായിട്ടുള്ള ലെയർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. എല്ലാം മൊത്തത്തിലൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ലെയറും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 250 ml ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഫ്രഷ് ക്രീം ചേർത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ എടുക്കാം. 1 കപ്പ് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് 1/4 ടിന്ന് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1/4 ടിന്ന് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. അതുപോലെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ കൂട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. കുറേ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കൂട്ട് ലൂസായി പോകും. അപ്പോൾ നമുക്കത് സെറ്റായിട്ട് കിട്ടൂല. നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കസ്റ്റർഡിൻ്റെ ഈ ഒരു ഫ്ലേവറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും അല്ല കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്തത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ വറുത്തത് ഇതുപോലെ കുറച്ച് സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിലോട്ട് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ പിസ്ത പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് വൈറ്റും അതുപോലെ ബ്ലാക്ക് കളറിലുള്ള ചോക്ലേറ്റ് ഡയറി മിൽക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നടുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ചോക്ലേറ്റും കൂടെ വരുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ ഇതൊന്ന് കവർ ചെയ്തിട്ട് 4-5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂറാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. എന്തായാലും ഒരു 5 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സെറ്റായിട്ട് കിട്ടൂല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മളിത് സ്കൂപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്, മുറിച്ച് കട്ട് ചെയ്യുന്നതല്ല, ഓരോ സ്പൂണ് പോലെ എടുക്കുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ചോക്ലേറ്റും സേമിയയും എല്ലാം കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മിൽക്ക് പുഡിങ്ങാണ്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു പുഡിങ്ങും എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. ഒരുപാട് ചേരുവയൊന്നും വേണ്ട. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. 3 കപ്പ് പാൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്ന. ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 2 കപ്പാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പ് പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലോട്ട് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. 1-2 ടേബിൾ സ്പൂൺ കുറച്ചാൽ മതി. 1/2 കപ്പിനേക്കാളും പാകത്തിനുള്ള മധുരമാണ്. മിൽക്ക് മെയ്ഡ് നമ്മൾ പിന്നീട് ചേർത്ത്
ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഞാൻ ചൈന ഗ്രാസ് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കുതിരാൻ വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അലിയിച്ചെടുക്കാനായിട്ട് 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള അളവാണ് 20 ഗ്രാം ചൈന ഗ്രാസ് ഈ ഒരളവിൽ. അപ്പോൾ 20 ഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ അത് 10 ഗ്രാമൊന്നും ഇല്ല കേട്ടോ, 7 ഗ്രാമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 2 പാക്കറ്റ് ഞാൻ എടുത്ത് നോക്കി. പക്ഷേ ആ ഒരു പാക്കറ്റിൽ ഉള്ള അളവ് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പാകത്തിനുള്ള അളവാണ് ഈ ഒരു 20 ഗ്രാമിൻ്റെ പാക്കറ്റ് ഈ ഒരു അളവിൽ. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാല് തിളക്കാൻ വേണ്ടിയിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ വേറൊരു അടുപ്പിൽ ഞാൻ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. അരിച്ചിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ പാല് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിള വരുന്ന സമയത്ത് ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താൽ മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചൈന ഗ്രാസും പാലും കൂടെ, പാല് തിളക്കുന്ന സമയത്ത് ചൈന ഗ്രാസും കൂടെ അലിയിച്ച് ചേർത്ത് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് മിക്സായി കിട്ടും. എനിക്ക് ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ അങ്ങനെ പാല് പിരിഞ്ഞ പോലെ ഒന്നും വരാറില്ല. പലരും പറയാറുണ്ട് പാല് പിരിയുന്ന പോലെ അങ്ങനെ വരലുണ്ട് എന്നുള്ളത്. എനിക്കങ്ങനെ ആ ഒരു പ്രോബ്ലം വരാറില്ല കേട്ടോ. ഞാൻ ഏകദേശം തിള വരുന്ന സമയത്ത് തന്നെയാണ് ചൈന ഗ്രാസ് അലിയിച്ച് ആ ഒരു സമയത്ത് തന്നെ വിറകടുപ്പിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് പിന്നെ തിളക്കുമ്പോൾ ചേർത്ത് കൊടുക്കലാണ്. ഫ്ലെയിം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രഷ് ക്രീമിൻ്റെ ഒരു 3/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ട് 3/4 കപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ടിൻ്റെ ഫ്ലഷ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മാംഗോ അല്ലാന്നുണ്ടെങ്കിൽ ടെൻഡർ കോക്കനട്ട്, ചിക്കു, ഏത് ഫ്രൂട്ടാണെങ്കിലും നല്ല തിക്കായിട്ട് കുറച്ച് പാല് ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് 3/4 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം 3/4 കപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് തന്നെ, മിൽക്ക് പുഡിംഗ് ആണ് വേണ്ടതെങ്കിൽ 1.5 കപ്പ് തന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് നല്ലോണം തിളക്കണമെന്നില്ല. നമ്മൾ ചൈന ഗ്രാസ് പാലും കൂടെ ഒന്ന് ചെറുതായിട്ട് തിളച്ചാൽ മതി. അല്ലാത്ത ഈ ഒരു ഫ്രഷ് ക്രീം അതുപോലെ മിൽക്ക് മെയ്ഡ് ഫ്രൂട്ടൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും തിളപ്പിച്ചെടുക്കണമെന്നില്ല. ചെറുതായിട്ട് ഫ്ലെയിം കുറച്ച് വേണമെങ്കിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടിന്ന് ഫുള്ള് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ 1 ടിന്ന് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ലോണം മിക്സായി കിട്ടണം. നമ്മൾ ചേർത്ത ഫ്രഷ് ക്രീമും അതുപോലെ മിൽക്ക് മെയ്ഡും ചൈന ഗ്രാസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഞാനിപ്പോഴാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ചെറിയ തീയിലായിരുന്നു വെച്ചിട്ടുണ്ടായിന്. ഇനി ഇത് തിളക്കണമെന്നില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് ചൂടാറിയതിന് ശേഷം പിന്നെ ഒരു ഇച്ചിരി വനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ വനില എസൻസ് ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എല്ലാം കൂടെ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതുപോലുള്ള ട്രേയിലാണ് ഞാൻ വെക്കുന്നത്. ഡിമോൾഡ് ചെയ്തെടുക്കാനൊക്കെ ഇങ്ങനത്തെ ട്രേ ആണ് കേട്ടോ നല്ലത്. നിങ്ങൾക്കല്ലാന്നുണ്ടെങ്കിൽ പരന്ന ട്രേ എടുക്കാം. മീഡിയം സൈസിലുള്ള ട്രേ ആണെങ്കിൽ 2 ട്രേ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിൽ പകുതിയേക്കാളും കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിസ്ത പൊടിച്ചത് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനത്തെ 2 ട്രേയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ എന്തായാലും മാറ്റാം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ ട്രേയിലുള്ളത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറാണ് ഞാൻ ഈ ഒരു ട്രേയിലുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നത്. വലിയ ട്രേയിലൊക്കെ വെക്കുമ്പോൾ 1.5 മണിക്കൂറൊക്കെ എന്തായാലും സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഡിമോൾഡ് ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് പൊടിയാത്ത രീതിയിൽ ഡിമോൾഡ് ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഞാനിതുപോലെ സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പുഡിങ്ങൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ മെല്ലെ സൈഡ് മാത്രമായിട്ട് മെല്ലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഡിമോൾഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ സാധാ പുഡിങ്ങൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കാണാനൊക്കെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ലൈസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഡിമോൾഡ് ചെയ്തെടുത്ത് ചെയ്താലേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പുഡിങ് കട്ട് ചെയ്യുന്ന പോലെ വലിയ ട്രേയിലൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇപ്പോൾ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിട്ട് വരുന്നൊരു പരുവമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിട്ട് വരുന്ന പരുവം ആദ്യം ആക്കിയെടുക്കുക. എന്നിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല കറക്റ്റ് രീതിയിൽ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്ന രീതിയിൽ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് കമിഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പുറം ഭാഗം നല്ല വെള്ള കളറിലും മറ്റേ ഭാഗത്ത് പിസ്ത പൊടിച്ചതും ആ ഒരു രീതിയിലാണിത് കിട്ടുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്. കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറുമാണ്. അതുപോലെ നല്ല പാകത്തിനുള്ള നമ്മൾ ചേർത്ത് കൊടുത്ത ചൈന ഗ്രാസും ഫ്രഷ് ക്രീമും ഒക്കെ പാകത്തിനുള്ള അളവാണ്. ഒരു ക്രീമി ടെക്സ്ചർ പുഡിങ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പുഡിങ് ഞാൻ പറയും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ബട്ടർ പുഡിങ്ങും ടോഫി പുഡിങ്ങും ഒറ്റ വീഡിയോയിൽ തന്നെ 4 പുഡിങ്ങൊക്കെ ചെയ്തതൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ വേറെ ഫ്ലേവറിൽ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്